ഇന്ന് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ മൂന്നാമത്തെ പോയിന്റ് ആണ് പറയുന്നത്. മൂന്നാമത്തെ ഹാർഡ് പോയിന്റ്, റിലേഷൻ ബിറ്റ്വീൻ the difference of terms and the difference of position of terms. എന്താണ് അതിന്റെ മീനിങ്? അതായത് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസും അവയുടെ വ്യത്യാസവും അതേപോലെ ടേംസിന്റെ പൊസിഷൻസ് അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ടെക്സ്റ്റിലുണ്ട്, പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതെയാണ് അതിൽ പറഞ്ഞു പോകുന്നത്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ആ റിലേഷൻ റേഷ്യോയിലൂടെയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇനി എന്തിനാണ് ഇത് പഠിക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. രണ്ട് തരം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ഈ ഒരു റിലേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഒരു ടേം തന്നിട്ട് ആ ടേം ആ AS-ലാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പദം തന്നിട്ട് അത് തന്നിട്ടുള്ള AS-ൽ ആണോ എന്നുള്ളത്. അതിന് ഈ ഒരു റിലേഷൻ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ടേംസ് തന്നിട്ട് AS മൊത്തം എഴുതാൻ പറയും. അതായത് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഒന്നും അല്ലാതില്ല, ഏതെങ്കിലും രണ്ട് ടേംസ് തന്നിട്ട് അതിൽ നിന്ന് AS കംപ്ലീറ്റ് എഴുതാനായിട്ട് പറയും. അപ്പോൾ അതിനും ഈ ഒരു റിലേഷൻ പഠിച്ചിരിക്കുന്ന ഏറ്റവും സ്പീഡിൽ ഉത്തരം എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് ഇവിടെ ഒരു AS എഴുതാൻ പോവാണ്. AS സ്റ്റാൻഡേർഡ് ഫോമിലുള്ള AS ആണ് എഴുതാൻ പോകുന്നത്. A plus D, A plus 2D, etc. A plus n minus 1 into D. ഇതാണ് ഒരു AS എന്ന് കരുതാം. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് എയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിയുമാണ്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ റിലേഷൻ കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, യെസ്, നേരത്തെ പറഞ്ഞ AS ഇവിടെ എഴുതിയിരിക്കുന്നു. A plus D, A plus 2D, A plus 3D, A plus 4D, A plus 5D വരെ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു റിലേഷൻ കിട്ടുമോ എന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ടേബിൾ പോലെ ടീച്ചറോട് വരച്ചിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അതാണ് ഡിഫറൻസ് ഓഫ് ടേംസ്, അത് എഴുതി. അതായത് ഇതാണ് T1, T2, T3, T4, T5, T6. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം അങ്ങനെ എഴുതിയിരിക്കുന്നു. ആദ്യം T1-ഉം T5-ഉം തമ്മിലുള്ള ഡിഫറൻസ്, അതായത് T5 മൈനസ് T1 എന്താണെന്ന് കൂടെ അവിടെ നിന്ന് എഴുതാം. അതായത് A plus 4D മൈനസ് A which is equal to A minus A0 which is equal to 4D itself. ഇനി നമ്മൾ അതിന്റെ പൊസിഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇവിടെ T1, T2, T3 എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ പൊസിഷൻ വേഗം കിട്ടും നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ നമ്മള് അഞ്ചാമത്തെ പദവും ഫിഫ്ത്ത് ടേമും അതേപോലെ തന്നെ ഫസ്റ്റ് ടേമും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ T5 മൈനസ് T1 ആണ് പൊസിഷൻ 5 മൈനസ് 1 which is equal to 4. Then we have to find out the ratio. നമ്മളത് റേഷ്യോ കാണാൻ വേണ്ടി പോവാണ്. അതിന്റെ റേഷ്യോ നോക്കുമ്പോൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് പോയാൽ മതി. അതായത് 4D ഡിവൈഡഡ് ബൈ, ഇതിൽ 4D കിട്ടി, ഇതിന്റെ ആൻസർ 4 which is equal to D itself. കോമൺ ഡിഫറൻസ് ആണ് അതിന്റെ റേഷ്യോ ആയിട്ട് കിട്ടിയത്. ഇനി അടുത്തത് ഇത് രണ്ടെണ്ണം എടുക്കുക. ഏത് രണ്ടെണ്ണം എടുക്കുക കേട്ടോ, ഞാൻ ഇത് രണ്ടെണ്ണം സെലക്ട് ചെയ്തോന്നേ ഉള്ളൂ. T3-യും T6-ഉം, ദാറ്റ് ഈസ് T6 മൈനസ് T3, അതായത് ആറാമത്തെ പദവും മൂന്നാമത്തെ പദവും തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ വ്യത്യാസം നമ്മൾ ഇതേപോലെ എഴുതുകയാണ്. A plus 5D മൈനസ്, ഈ മൈനസ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, അതിലൊന്ന് ബ്രാക്കറ്റ് ഇടാൻ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ചിഹ്നം നമുക്ക് മാറിപ്പോകും. That is A plus 2D. We have to expand this. ഒന്ന് വലുതാക്കുമ്പോൾ, ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കൊണ്ട് മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. is 2D.
a minus a again 0, 5d minus 2d which is equal to 3d itself. Okay, ഇനി പൊസിഷൻസ് എടുക്കുക. പൊസിഷൻസ് ഇവിടെ തന്നെ എടുക്കാം. കണ്ടില്ലേ, ഇവിടെ 6ഉം ഇവിടെ 3ഉം ആണ്. അപ്പോൾ 6 minus 3 which is equal to 3. Again നമ്മൾ റേഷ്യോ കാണുന്നു. ഇവിടെ 3d ആണ് by 3 which is equal to again d. Okay, ഇനി നമ്മൾ ഇത് രണ്ടെണ്ണം എടുക്കാം. ഇനി മൂന്നാമതായിട്ട് നമുക്ക് T2ഉം T4 തമ്മിലുള്ള ഡിഫറൻസ്, that is T4 minus T2 which is equal to, അതേപോലെ തന്നെ നമുക്ക് a plus 3d minus a plus d. Again നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ a plus 3d minus a minus d. Again a minus a 0 വന്നു, 3d minus d which is equal to 2d. ഇനി നമ്മൾ പൊസിഷൻസിന്റെ ഡിഫറൻസ് കാണാൻ പോവാണ്. This is equal to 4 minus 2. That is 4 minus 2 again is equal to 2. Then what will be the ratio? Ratio is equal to 2d divided by 2. Again it is equal to d. ഇനി ഇതിൽ ഇല്ലാത്ത ഒരു ടേം വെച്ചിട്ടുണ്ട്. അത് അത്ര വരെ എഴുതാനേ അവിടെ സ്പേസ് ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് T10 minus T3 ഒന്ന് എടുത്ത് നോക്കാം. വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട്. You know that what is T10? A plus, yes, A plus 9d. Yes, correct. A plus 9d minus, we know that what is T3 which is equal to A plus 2d. Again A plus 9d minus A minus 2d which is equal to A minus A 0, 9d minus 2d which is equal to 7d. Then positions. Difference of position, T10 നിന്ന് 10 എടുക്കുന്നു, T3 നിന്ന് 3 എടുക്കുന്നു, 10 minus 3 which is equal to 7. Then ratio 7d by 7 which is again d. Okay, അപ്പോൾ നമ്മളൊരു തത്വം പറയുമ്പോൾ ഒരു ഫാക്റ്റായിട്ട് നമ്മളത് അംഗീകരിക്കപ്പെടണമെങ്കിൽ നമുക്കതിൻ്റെ ജനറൽ ഫോമിലൂടെ മാത്രമേ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറേ എക്സാമ്പിൾസ് എടുത്തു. എക്സാമ്പിൾസ് എടുത്തു കഴിഞ്ഞിട്ട് അത് ടു ഓൾ എന്ന് പറയാൻ പാടില്ല. മാത്സിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മളതിന് ഒരു ജനറൽ ടേമിലേക്ക് അതിനെ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ nth ടേം വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. അതായത് Tn മൈനസ് T1നും കൂടി ഇത് ബാധകമാണോ, ശരിയാണോ, എപ്പോഴും d തന്നെയാണോ റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചാണ് വാട്ട് ഇസ് Tn? T1 പ്ലസ് yes n minus 1 into d. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. മൈനസ് T1 എന്ന് പറയുന്നത് വീണ്ടും T1 നമുക്ക് വേണമെങ്കിൽ a എന്നൊക്കെ എഴുതാട്ടോ. a plus n minus 1 into d എന്ന് എഴുതാൻ. ഇവിടെ ഇപ്പോൾ എക്ക് പകരം T1 എഴുതിയെന്നേ ഉള്ളൂ. കാരണം എന്തായാലും T1 പോകാനുള്ളതാണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ടേം അല്ലേ. T1 minus T1 0 again n minus 1 into d എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കും. ദാറ്റ് ഈസ് n minus 1. n minus 1 is n minus 1 itself. അതൊന്നും ചെയ്യാനില്ല. Then we have to find the ratio. That is n minus 1 into d by n minus 1. So again is equal to d. That is the ratio constant. Ratio constant is equal to d, which means difference of terms and difference of position of terms are in proportion. അവർ ആനുപാതികത്തിലാണ് എന്ന് പറയാം. റേഷ്യോ കോൺസ്റ്റന്റ് d ആണ് എന്നും കണ്ടുപിടിച്ചു. അതായത് രണ്ട് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ അതിന്റെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we will get d. അതായത് എന്താണ് കിട്ടിയത്? ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ difference of position of terms which is equal to d. ഇതാണ് ഇതിന്റെ റിലേഷൻ. ഓക്കെ, റിലേഷൻ. ഓക്കെ, എക്സാമ്പിൾ ചെയ്യാൻ പോവാനേ. 4, 8, 12 എക്സെട്ര ഒരു AS ആണെങ്കിൽ അതിൽ 25 ഒരു ടേം ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഒരു ഓപ്ഷൻ എന്താണ്? ഇതിങ്ങനെ എഴുതി പോവുക, അതിൽ 25 വരുന്നുണ്ടോ എന്ന് നോക്കുക. അതൊരു ഓപ്ഷനാണ്. അല്ലാതെ
നമ്മൾ ഇപ്പൊ പഠിച്ചത് വെച്ചിട്ട് എളുപ്പം നമുക്ക് ആൻസർ കിട്ടും. നോക്കാം. എന്താ പഠിച്ചത്? ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു ടി. ഇതാണ് റിലേഷൻ നമ്മൾ പഠിച്ചത്. അപ്പൊ ഡിഫറൻസ് ഓഫ് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഒരു ടേം ആണ് എന്ന് കരുതുക, എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. 25 is a term. അത് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ 25ൽ നിന്ന് ഇതിലെ ഏതെങ്കിലും ഒരു ടേമുമായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് 4 എടുക്കാം. ഫസ്റ്റ് ടേം തന്നെ എടുക്കാം. That is 25 minus 4 divided by difference of position of terms. അതിന് നമുക്ക് 25ന്റെ പൊസിഷൻ അറിയില്ലല്ലോ, അപ്പൊ പിന്നെ അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഡിഫറൻസ് ഓഫ് പൊസിഷൻ ഓഫ് ടേംസ് തന്നെ എഴുതുന്നു. വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും നമ്പർ വെച്ച് അതിനെ നൊട്ടേഷൻ കൊടുക്കാം. അപ്പൊ തൽക്കാലം ഇങ്ങനെ തന്നെ എഴുതുന്നു ടീച്ചർ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. which is equal to d. d എത്രയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് അറിയാലോ. what is d? d is equal to 8 minus 4 which is equal to 4 itself. It is equal to 4. And 25ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 21 divided by difference of position of terms is equal to 4. 21 divided by difference of position of terms equal to 4 എന്ന് വന്നു. പക്ഷെ നമുക്കറിയാം ഡിഫറൻസ് ഓഫ് പൊസിഷൻ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കും അല്ലെ, ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 21 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആവണം ഉറപ്പായിട്ടും. അഥവാ നമുക്ക് എന്ത് നോക്കിയാൽ മതി, 21ൽ 4 പൂർണ്ണമായും പോകുന്നുണ്ടോ, പൂർണ്ണമായും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടോ നോക്കിയാൽ മതി. പക്ഷെ ഇല്ലാന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കാരണം എന്താ, 4 into 5 20, 4 into 6 24 ആണ്. 21 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ അല്ല, അത് തന്നെ എഴുതിയാൽ മതി. 21 is not the multiple of 4. Therefore 25 is not a term in this AP. പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഇവിടെയുള്ള കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ, ഇവിടെ ഡിഫറൻസ് ഓഫ് ടേംസ് മാത്രം നോക്കിയാൽ മതി. എഴുതി നോക്കാൻ വേണ്ട, ഫോർമുല അപ്ലൈ ചെയ്യണ്ട. രണ്ടാമത്തെ എക്സാമ്പിള് എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 15th term 25, 25th term 15. Write as. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണത്. കാണുമ്പോഴും രസമുണ്ട്, ചെയ്യുമ്പോഴും രസമുണ്ട്. ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ്. ഏതാണ് റിലേഷൻ? ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ ഓഫ് terms is equal to d. Difference of terms. Terms ന്റെ difference 25 minus 15. 25 minus 15 divided by 25. 15 minus 25. That 25 ന്റെ നേരെ 15th term ആണ്. That means t 15 ആണിത്, ഇത് t 25 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതേ. ഇത് 25 minus 15 ആണ്. ഇവിടെ വരെ എന്താണ്, 15 minus 25. പൊസിഷൻ 15 minus 25. ഇവിടെ d തന്നിട്ടില്ല, നമുക്ക് d അറിഞ്ഞിട്ട് വേണം as എഴുതാനായിട്ട്. അപ്പോൾ 25 minus 15 which is equal to 10 divided by 15 minus 25 which is equal to negative 10. That is 10 divided by 10 നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. which is equal to, നമുക്ക് നെഗറ്റീവ് കൊണ്ട് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ നെഗറ്റീവ് വന്നു, which is equal to -1. d is equal to -1. d കിട്ടിപ്പോയി -1. ഇനി നമുക്ക് as എഴുതാൻ എന്ത് കൂടി വേണം, ഫസ്റ്റ് ടേം കൂടി വേണം. ഏതിലെങ്കിലും ഒന്നിൽ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് t15 is equal to, we know that t1 plus 14d, right? That is t1 plus 14 into -1 which is equal to 25. നമുക്ക് തന്നിട്ടുണ്ട് t15 25 ആണ്. This t15 is equal to t1 minus 14. t25 നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, which is equal to 25. That is 25 minus 14 ഇങ്ങോട്ട് വരുമ്പോൾ +14 which is equal to t1, which means t1 is equal to
39. Add ചെയ്തു 39. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, ഡിയും കിട്ടി. We can write the AS 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 equal to first term 39, then D -1 ആണ്. ഒന്നിങ്ങനെ കുറഞ്ഞു പോകും അല്ലേ? അപ്പോൾ 39, then അടുത്ത് 38, 37, etc. Okay. നമുക്കൊരു നോട്ട് പോലെ എഴുതാം. അതായത് ഇപ്പോൾ 14th ടേം 21, 20th ടേം 14, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷനും ടേമും മാറി മാറി വരുന്ന ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അതിനൊരു നോട്ട് പോലെ നമുക്ക് എഴുതാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ pth ടേം is equal to Q, qth ടേം P ആണെങ്കിൽ what will be D? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ ഓഫ് ടേംസ് which is equal to D. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ Q minus P divided by P minus Q. Again -1 അല്ലേ? ഇത് ചെയ്ത് തരണോ? മൈനസ് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. ദാറ്റ് ഈസ് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ P minus Q എന്നായി ഡിവൈഡഡ് ബൈ P minus Q. ഇതൊന്ന് ബ്രാക്കറ്റ് മാറ്റിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. -1 into P which is equal to minus P, -1 into minus Q which is equal to plus Q. That is Q minus P. ഇപ്പം -1 എടുത്ത് പുറത്തേക്ക് വയ്ക്കാന്ന് ആലോചിച്ചാലും മതി, അല്ലെങ്കിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചാലും മതി. Which is equal to P minus Q, and P minus Q cancel again, which is equal to -1. Okay. അപ്പോൾ D is equal to -1. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പറയാറുണ്ട്. അതായത് pth ടേം Qയും qth ടേം Pയും ആണെങ്കിൽ D will be -1. എപ്പോഴെങ്കിലും എക്സാമിനോ എവിടെയെങ്കിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാം. യെസ്, 3 ഹോംവർക്ക് ആണ് ഇന്ന് ടീച്ചർ തരുന്നത്. നിർബന്ധമായിട്ട് ചെയ്യണേ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വൺ 3, 10, 17, 24 etc. അങ്ങനെയുള്ള ഒരു AS 117 117 ഇതിലൊരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അതുപോലെ ഡിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ 6th ടേം 14, 14th ടേം 6. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ നിർത്തിയ പോയിന്റ് ആണ്. T20 കണ്ടുപിടിക്കാനാണ് അതിൽ. തേർഡ് ക്വസ്റ്റ്യൻ T3 തന്നിട്ടുണ്ട്, T8 തന്നിട്ടുണ്ട്, എന്നാൽ T4ഉം T13ഉം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ D കിട്ടിക്കഴിഞ്ഞാൽ T3 കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ D കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടേം എഴുതുമ്പോഴേക്കും T4 ആയി. അതേപോലെ T8 ഇവിടെ തന്നിട്ടുണ്ട്. ആ T13 ആണ് കാണേണ്ടത്. 5D ആഡ് ചെയ്ത് കഴിഞ്ഞാൽ T13ഉം കിട്ടി. അല്ലാതെ AS മുഴുവനൊന്നും എഴുതി നേരം കളയരുത് കേട്ടോ. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യനും ചെയ്യാൻ ഡൗട്ട് ഉണ്ട് എങ്കിൽ ആ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ അതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ തന്നെ ആൻസറും അതിനെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ബൈ.